നമസ്കാരം. ഇസ്ലാമിക ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുള്ള 8 സംഘടനകളെ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ് യു കെ ആസ്ഥാനമായിട്ടുള്ള കേംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ ലിമിറ്റഡ്, ഇമാജിൻ ലിമിറ്റഡ്, വെംബ്ലി ട്രീ ലിമിറ്റഡ്, വാസ്ല ഫോറൽ, ഫ്യൂച്ചർ ഗ്രാജുവേറ്റ്സ് ലിമിറ്റഡ്, യാസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്, ഹോൾകോ യു.കെ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ്, നാഫൽ ക്യാപിറ്റൽ എന്നീ സംഘടനകളെയാണ് കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഘടനകളുമായി പ്രവർത്തിക്കുന്നവർക്ക് യാത്രാ വിലക്കുകളും ഉണ്ടാകും. അവരുടെ ആസ്തികളും മരവിപ്പിക്കും. യു.എ ആസ്ഥാനമായിട്ടുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഈ കരിമ്പട്ടികയിൽ പെടുത്തിയ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുമില്ല. സംഘടനകൾക്ക് പുറമെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന 11 പേരെ കൂടി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1928 ഈജിപ്തിൽ ഹസൻ അൽ ഖന്ന സ്ഥാപിച്ച ഇസ്ലാമിക ഭീകര സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. ശരീഅത്ത് നിയമം, അക്രമം, ഭീകരവാദം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ്. ഈജിപ്ത്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ അറബ് രാജ്യങ്ങളിൽ പോലും ഈ സംഘടന നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിം ബ്രദർഹുഡ്? പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളാണ് മുസ്ലിം ബ്രദർഹുഡ്. ഇസ്ലാം എന്നത് മതം മാത്രമല്ലെന്നും രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ സകല മേഖലകൾക്കും ഉതകുന്ന ഒരു കർമ്മ പരിപാടിയാണ് എന്നുള്ള വാദമാണ് ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം. ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന രാഷ്ട്രവും സമൂഹവും അവർ ലക്ഷ്യം വെക്കുന്നു. രാഷ്ട്രീയ ഇസ്ലാം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏക സംഘടനയല്ല മുസ്ലിം ബ്രദർഹുഡ്. പലസ്തീൻ വിമോചന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഹമാസ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവ ഇസ്ലാമിലെ ആശയങ്ങളുടെ രാഷ്ട്രീയ പ്രയോഗങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. 1928 ഈജിപ്തിലെ ഇസ്മയിലിൽ ഹസനുൽ ഖന്നയാണ് സംഘടനയുടെ സ്ഥാപകൻ. രൂപം കൊണ്ട് 2 പതിറ്റാണ്ടിനകം ഈജിപ്തിന് പുറത്തേക്ക് സംഘടന വളർന്നു. വിവിധ രാജ്യങ്ങളിലായി 5 ലക്ഷം അംഗങ്ങളുള്ള സംഘടനയായി വേഗത്തിലായിരുന്നു ഇതിന്റെ വളർച്ച. ആധുനിക ഇസ്ലാം സമൂഹത്തിനായി ഖുറാനിലേക്കും ഹദീസിലേക്കും മടങ്ങുക എന്നതായിരുന്നു ആരംഭഘട്ടത്തിൽ തന്നെ മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾക്ക് പകരം തികച്ചും ദൈവിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥ, ഇതായിരുന്നു മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെച്ച സ്വപ്നം. ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തി എന്ന ചരിത്രവും ബ്രദർഹുഡിനുണ്ട്. മുസ്ലിം ബ്രദർഹുഡും ജമാഅത്തെ ഇസ്ലാമിയും പങ്കിടുന്നത് ഒരേ ആദർശങ്ങളാണെന്നും പല രാഷ്ട്രീയ ചിന്തകരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. സമാനതകൾ ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ വിശ്വസിക്കുന്ന 2 സംഘടനകളും വിശ്വാസി സമൂഹത്തിന്റെ ഇച്ഛയ്ക്കും ഐക്യത്തിനും പ്രാധാന്യം നൽകുന്നവരുമാണ്. അതുപോലെ തന്നെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയ സംഘടനാ രീതികൾ തന്നെ പിന്തുടരുന്നവരാണ്. ഇത്തരത്തിലുള്ള ബ്രദർഹുഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന 8 സംഘടനകളെയാണ് ഇപ്പോൾ യു.എ വിലക്കിയിരിക്കുന്നത്.